നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രവചനങ്ങളുമായി വോട്ടർമാർ. ആര് കേരളം ഭരിക്കുമെന്ന് ഏപ്രിൽ 9 ജനങ്ങൾ വിധിയെഴുതും. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും? പേരാമ്പ്ര മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി ജയിക്കും? മീഡിയ വിഷൻ വോട്ടർമാരിലേക്ക്. പേരാമ്പ്ര ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. പേരാമ്പ്രയില് ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് വളരെ കാലത്തിന് ശേഷം UDF ഫാത്തിമ സേരിയ ജയിക്കും എന്നാണ് ജനങ്ങളുടെ ഉറച്ച വിശ്വാസം. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒരേ ആളുകൾ ജയിച്ചു പോയിട്ട് പേരാമ്പ്രയില് പണ്ടങ്ങനെ ഒരു 25 വർഷം മുട്ട് വേണ്ട ഒരു ബൈപ്പാസ് ഇപ്പം വന്നായിട്ട് അവര് പുരോഗതി കാണിക്കുന്നത്. വേറെ വലിയ പേരാമ്പ്രയിൽ അതൊരു വികസന പുറത്തുനിന്ന് ആളുകൾക്ക് എടുത്തു കാണിക്കില്ല. റോഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാലാകാലം ചെയ്യേണ്ട റോഡല്ലേ, ചെയ്യാതിരിക്കുന്ന. വേറെ എന്താ പേരാമ്പ്ര ഒരു 10 ആൾക്ക് ജോലി കിട്ടുന്ന എന്തൊക്കെ ഒരു സംവിധാനമുണ്ട്? ഒന്നുമില്ല. കുറെ റോഡുകളൊക്കെ താഴെയായിരിക്കും, പാലം വന്നിരിക്കും, അതൊക്കെ ശരിയാ. ഞാനൊന്നും പറയാം, അത് കാലത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നു പോയിന്നാണ്. വെറുതെ പേരാമ്പ്രയിൽ 10 ആൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനമൊന്നും പേരാമ്പ്ര ഇതുവരെ കണ്ടിട്ടില്ല. 50 കൊല്ലമായി LDF ജയിക്കുന്നു. എന്റെ മാറ്റം വേണം ആളുകൾ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നുമില്ല. UDF ഭരണം വരണം, എന്നാലാണ് വികസനം ഉണ്ടാവും. റോഡ് മാത്രം വികസനം എന്ന് പറഞ്ഞാലൊന്നും ശരിയാകില്ല. UDF വന്ന് ഭരണം മാറ്റം വന്നാൽ മാത്രമാണ് ഈ പാവപ്പെട്ട തൊഴിലാളിയായ എനിക്ക് ഇന്ന് വരയ്ക്കും ഭക്ഷണം കുട്ടികൾക്ക് പാചക തൊഴിലാളിയായ എനിക്ക് 10 വർഷമായിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോന്നാലും 100 രൂപ കൂട്ടിയിട്ട് ഇന്ന് വരയ്ക്കും ഒരു 10 രൂപ കൂട്ടി തന്നിട്ടില്ല ഈ ഗവൺമെന്റ്. ഇനി UDF ഭരണം വന്നാൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ. അതാ ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. UDF ഭരണം വരണം വരണം. ഫാത്തിമ സയ്യിദ് ഇവിടെ ജയിക്കും. കേരളത്തെ UDF വൻ ശക്തിയോടുകൂടി തിരിച്ചു വരും. CP ഇവിടെ തോൽക്കും. അത് ഭരണമോശമുണ്ട്. സുഹൃത്ത് ദാർഷ്ട്യം പാർട്ടിക്ക് വിനയായി തീർന്നു. ജയിക്കണം, ജയിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? ഈ 10 വർഷം കാലം കൊണ്ട് പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലുണ്ടാക്കിയ വികസനങ്ങള് കാര്യങ്ങള് ഓരോ സ്ഥലങ്ങളിലെ TP രാമകൃഷ്ണൻ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ. ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന, പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നല്ല മഹാമനുഷ്യൻ. പേരാമ്പ്ര കഴിഞ്ഞ 46 വർഷമായി, അതായത് 1980 മുതൽ LDF ആണ് വിജയിക്കുന്നത്. അതിപ്പോ നിലവിലുള്ള MLA 2001 2000 വോട്ടിനും ശേഷം 2016 ജയിച്ചപ്പോ 4000 വോട്ടിനും കഴിഞ്ഞ പ്രാവശ്യം 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇവിടെ കടുത്ത മത്സരങ്ങൾ ഇതിന്റെ മുമ്പ് നടന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ശക്തമായ മത്സരം നടക്കുകയാണ്. നാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ഇടതുപക്ഷ കോട്ടകൾ പോലും കാണുന്നത് നമ്മുടെ നാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വന്ന തെഹ്ലിയക്ക് വൻ ജനക്കൂട്ടമാണ് കാണുന്നത്. ജനക്കൂട്ടം എന്ന് പറയുന്നത് ഇതുവരെ ദർശിക്കാത്ത രീതിയിലുള്ള ജനബാഹുല്യമാണ് എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും പോകുന്നതൊക്കെ കാണുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ തുടങ്ങി വയോജനങ്ങൾ വരെ എല്ലാം തെഹ്ലിയയുടെ പിന്നാലെ പോകുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പേരാമ്പ്രയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ 46 വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ട് താലൂക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, കുഴിത്തോട് പടിഞ്ഞാറത്തെ റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പേരാമ്പ്രയായി ബന്ധപ്പെട്ട ഒരുപാട് സങ്കല്പങ്ങൾ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം UDF സ്ഥാനാർത്ഥിയായി ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള തെഹ്ലിയ വിജയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വികസനം ചർച്ച ചെയ്യുന്ന NDAയും ഇവിടുത്തെ വർഗീയ ശക്തികളെ താലോലിക്കുന്ന 2 മുന്നണികളും തമ്മിലാണ് കേരളത്തിൽ മത്സരം. ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്തത് BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയാണ്. അതാണ് കേരളത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് PFI, CPIM ഇടതുപക്ഷത്ത് നിലനിർത്തിക്കൊണ്ട്
പ്രവർത്തിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ UDF കൂടെ നിർത്തിക്കൊണ്ട് പച്ചയായ വർഗീയ ധ്രുവീകരണം കേരളത്തിൽ നടത്തുകയാണ്. അതേസമയം NDA ഈ പ്രാവശ്യം വോട്ട് തേടുന്നത് വികസനം ചർച്ച ചെയ്തുകൊണ്ടാണ്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ പറയുമ്പോൾ അത് അനുഭവവേദ്യമായ ചില വികസനങ്ങളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കിസാൻ സമ്മാൻ നിധിയിലൂടെ ഓരോ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു തൂക്കു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാവും എന്ന് പല പത്രമാധ്യമങ്ങളും സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. ആ മന്ത്രിസഭയിൽ BJP ആയിരിക്കും ഈ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ശക്തിയായി മാറുന്നത്.